റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ കൊടുത്തേക്കുന്ന ആർട്ടിക്കിൾ 25 25-ാം അനുച്ഛേദം ഇതിൻ്റെയൊക്കെ നഗ്നമായ ലംഘനമാണ്. യഥാർത്ഥത്തിൽ ആ പണം എന്ന് പറയുന്നത് കൈക്കൂലിക്ക് തുല്യമാണ്, വ്യത്യാസമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഒരു പേര് മാറ്റിയിട്ടു. പൊതുജനങ്ങളെ പറ്റിച്ചെടുക്കുന്ന പണം ആ കൊടുത്തേക്കുന്ന 1683 കോടി രൂപയാണ് അയാളുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ. 8800 കോടി രൂപ വാങ്ങിയേക്കുന്നത് ഭാരതീയ ജനത BJP എന്ന് പറയുന്ന പാർട്ടിയാണ്. ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ ഓമന പേരിൽ ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് പ്രത്യേകിച്ചും ആ പാർട്ടിക്ക്, അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് പണം പിടുങ്ങാനുള്ള, പണം പിടിച്ചു പറിക്കാനുള്ള, ലൂട്ട് ചെയ്യാനുള്ള ഒരു മാർഗം ഉണ്ടാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം. കാരണം നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയെടുത്തൊരു നിയമമാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ലൂട്ട് ചെയ്യുന്നത് സത്യമാണ്, അതെടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ അതായത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ, അതായത് സംഭാവന എന്നുള്ള പേരിൽ കൊടുക്കുമല്ലോ, അതാരും മനസ്സോടുകൂടി കൊടുക്കുന്നൊന്നുമല്ല, നിവൃത്തിയില്ലാതെ കൊണ്ട് കൊടുക്കുന്നതാണ്. മനസ്സോടുകൂടി 5 പൈസ കൊടുക്കുകയല്ല. കാരണം ഇവർക്ക് കിട്ടാനുള്ള ചില കാര്യങ്ങളുണ്ട്, ആ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇവർ പണം കൊടുക്കും. യഥാർത്ഥത്തിൽ ആ പണം എന്ന് പറയുന്നത് കൈക്കൂലിക്ക് തുല്യമാണ്, വ്യത്യാസമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഒരു പേര് മാറ്റിയിട്ടു, ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളൊരു പേര്. കാരണം ഇഷ്ടംപോലെ വാങ്ങാമല്ലോ. വാങ്ങുന്നതൊക്കെ എത്രയാണ്? അതായത് അതിൻ്റെ 1 ലക്ഷം രൂപയുടെ ബോണ്ട്, 1 കോടി രൂപയുടെ ബോണ്ട്, ഇതാവുള്ള. ഇപ്പോൾ കണക്ക് വന്നിട്ടുണ്ട് വെളിയിൽ, അത് ഞാൻ മുഴുവൻ കണ്ടു. അതായത് ഓരോ കമ്പനികളൊക്കെ കൊടുത്തേക്കുന്നത് എത്രയാണെന്നറിയോ, എത്ര കോടികളാണെന്നറിയോ. സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ഈ പണ്ട് ലോട്ടറിക്കാരൻ, വിവാദ ലോട്ടറി രാജാവ്, അയാൾ അന്ന് ഇവിടെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടായതാണല്ലോ. അയാൾ മാത്രം കൊടുത്തേക്കുന്നത് 1683 കോടി രൂപയാണ് ഗെയിമിംഗ് എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. പൊതുജനങ്ങളെ പറ്റിച്ചെടുക്കുന്ന പണം ആ കൊടുത്തേക്കുന്ന 1683 കോടി രൂപയാണ് അയാളുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇങ്ങനെ സംഭാവന കൊടുത്താൽ ഒരു നേട്ടമുണ്ട്. കാര്യം എന്താണെന്നറിയോ, ഇതുപോലെ അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഉപയോഗങ്ങളുണ്ടാകും. കാരണം ഈ പണവും വാങ്ങിച്ചിട്ട് അവനെ പിടിച്ചകത്തിടാനും ഒന്നും നോക്കത്തില്ല, അവനെതിരെ അന്വേഷണം നടത്താൻ പറ്റത്തില്ല, ഒന്നും നോക്കത്തില്ല. അതുകൊണ്ട് കണ്ണടച്ചുകളയും. നമ്മളിപ്പോൾ കാണുന്നതാണല്ലോ ED കണ്ണടയ്ക്കുന്ന. ED അങ്ങോട്ട് ഇറങ്ങും ഓരോ കാര്യവും പറഞ്ഞുകൊണ്ട്, എന്തെങ്കിലും അഴിമതി ഇതാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് പുലിയെ പോലെ ഇറങ്ങി വരും. വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ED എന്ന് പറയുന്ന ആ സംഭവത്തെ കാണാൻ കിട്ടത്തില്ല. കാരണം എന്താ, ഇവന്മാർ വാരിച്ചുട്ടി അങ്ങ് പോകുന്നതാണ്. കാര്യം അത് ഗവൺമെൻറ് ഇനി പിന്നെ ഒന്നും ചെയ്യേണ്ട. കാര്യം അവർക്ക് ഗവൺമെൻറ്റിന് അത് കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ഉറപ്പുകളോ അല്ലെങ്കിൽ അവർക്ക് പണമോ ഏതെങ്കിലും കിട്ടുന്നുടനെ ഇതങ്ങ് നിർത്തും. ഭരിക്കുന്ന കക്ഷികൾ അതങ്ങ് നിർത്തും, അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഇതിപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ അടുത്ത സമയത്ത് പോലും നമ്മൾ കണ്ട കാര്യമാണ്. അന്വേഷണം നടക്കല്ലേ എന്ന് പറയാം. എവിടെ അന്വേഷണം? ഒരന്വേഷണവും ഇല്ല. ആ രീതിയിൽ പോവും. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇതുപോലെ ഇങ്ങനൊരു പ്രയോജനം അതുകൊണ്ടുണ്ട്. അവർക്ക് ഈ പണം കൊടുക്കുന്നവന് ഇതുപോലുള്ള ഫേവറുകളൊക്കെ കിട്ടും. പിന്നെ എന്താണെന്നറിയാമോ, അടുത്തത് അതിന് ഇൻകം ടാക്സ് കൊടുക്കണ്ട, അതിൽ നിന്ന് ഒഴിവാക്കും ആ പണം. അതാണ് അതിൻ്റെ ടാക്സ് വെട്ടിപ്പ് നടത്താം. കാരണം ഈ ടാക്സ് എങ്ങോട്ടാണ് പോകണ്ടേ? ഈ 1683 കോടി രൂപയ്ക്ക് ടാക്സ് എത്ര വരേണ്ടതാണ്? അതായത് ഏതാണ്ട് 480 കോടിക്ക് മുകളിൽ ടാക്സ് വരേണ്ടതാണ്. ഇൻകം ടാക്സ് മാത്രം വരേണ്ടതാണ്. ഈ ഇൻകം ടാക്സ് 480 കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ 490 കോടി രൂപ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകേണ്ടതാണ്? അതായത് ഏതാണ്ട് 500 കോടി രൂപയോളം വരും. ഈ 500 കോടി രൂപ ആർക്ക് പോകേണ്ടതാണ്? ഇത് വരുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ വികസന പ്രവർത്തനത്തിനും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വികസനത്തിനുമുള്ള പണമാണ്. ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാലോ അവർ കൊണ്ടുപോയി തിന്നുന്നതല്ലാതെ ഇത് വല്ല പ്രയോജനമുണ്ടോ? അവരെടുത്ത് 5 കോടിയും 10 കോടിയും രൂപ വെച്ച് ഓരോരുത്തരത്തോട്ട് കൊടുത്തേക്കും, ഓരോ മണ്ഡലത്തിലേക്ക് ഇലക്ഷൻ കൊടുത്തേക്കും, വഴി വെച്ച് പിടിച്ചു പറിച്ചുകൊണ്ട് പോകും. അതിനുപോലും ചോദിക്കാനില്ല. കാരണം എന്താണെന്നറിയോ, അവർക്കിത് വെറുതെ കിട്ടുന്ന കാശായതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ഒരുത്തനല്ലെങ്കിൽ വേറെ കൊടുക്കാൻ കാണും. ED അങ്ങോട്ട് പറഞ്ഞയച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ എന്നിട്ട് എന്താ, ഇത് പരമരഹസ്യമായിട്ട് സൂക്ഷിക്കണമെന്നാണ്. അതായത് ഈ പണം കൊടുത്ത ആളിൻ്റെയും ഈ പണം വാങ്ങിയ ആളിൻ്റെയും പേര്
പുറത്ത് പറയാൻ പാടില്ല. അതായത് ഈ ബോണ്ട് വാങ്ങി ഈ രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കുകയാണ്. ബാങ്കിൽ നിന്ന് SBI നിന്നായി ബോണ്ട് വാങ്ങേണ്ടത്. ഈ 1 ലക്ഷത്തിൻ്റെയും 1 കോടിയുടെയും ബോണ്ട് വാങ്ങേണ്ട അവിടെ നിന്നാണ്. അങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിച്ചേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഈ സാന്റിയാഗോ മാർട്ടിൻ മാത്രം 1683 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് കൊടുത്തേക്കുന്നത്. ഈ കൊടുത്തേക്കുന്ന മൊത്തം കൂടെ കൊടുത്തേക്കുന്ന ഈ കാലയളവിൽ നോക്കുമ്പോൾ എത്രയെന്നറിയോ, 8800 ശിക്ഷൻ കോടി രൂപ വാങ്ങിയേക്കുന്നത് ഭാരതീയ ജനത BJP എന്ന് പറയുന്ന പാർട്ടിയാണ്. അതിൻ്റെ പകുതിയോളം പോലും വരത്തില്ല. ബാക്കി എല്ലാ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളോട് വാങ്ങിയത് അതിൻ്റെ 1/3 പോലും വരത്തില്ല. അപ്പോൾ ഇത്രയും പണം വാങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാണ്? നമ്മളെയൊക്കെ സഹായിക്കാനാണോ ഈ പണം വാങ്ങിയെടുക്കുന്നത് BJP? ഈ ജനങ്ങൾക്ക് എന്ത് ചെയ്തിട്ടാണ് BJP എന്ത് ചെയ്തിട്ടാണ് ഈ പണം വാങ്ങുന്നത്? അവര് ഇതേപോലെ ധൂർത്തടിക്കാനും ഇഷ്ടമുള്ളിടത്തൊക്കെ കൊണ്ടുനടക്കാനും അവർക്ക് ഓരോരുത്തരുടെ പോക്കറ്റിലേക്ക് പോകാനുമുള്ള പണമല്ലേ ഇത്. അപ്പോൾ ഇത് രഹസ്യമായിട്ട് വെക്കണം എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ, എന്തിനാ ഇത് രഹസ്യമായിട്ട് വെക്കണം എന്നുള്ളത് ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടി എന്താണെന്നറിയോ, അതല്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവുമെന്നാണ് രഹസ്യം സൂക്ഷിച്ചില്ലെങ്കിൽ. കാരണം രഹസ്യം സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് ആരുടെ നിന്നൊക്കെ ഈ പണം പിടിച്ചു പറിച്ചെന്നുള്ളത് പുറത്തു വരരുതല്ലോ, അതുകൊണ്ട് സൂക്ഷിക്കണ്ടേ. അത് വലിയ പ്രശ്നമാകുമെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത്. അത് ചെയ്യാൻ പാടില്ല, അത് വളരെ ഗോപ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അതായത് ഈ പണം കൊടുക്കുന്നവൻ്റെ പേര് പുറത്ത് പറയാൻ പാടില്ല, വാങ്ങുന്നവൻ്റെ പേര് പറയാൻ പാടില്ല. ഇത് വാങ്ങാം, പക്ഷെ പുറത്ത് ആൾ ജനങ്ങൾ അറിയരുത്. ഇതാണ് പ്രശ്നം. ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നിയമസാധുതയെ ചോദ്യം ചെയ്തു കോടതിയിൽ. സത്യം പറയട്ടെ, ഒരു കാര്യം പറയാനുണ്ട്. ഈ ഇടതുപക്ഷ പാർട്ടികളൊന്നും ഈ പണം വാങ്ങിയിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വാങ്ങിയിട്ടുണ്ട്. 3300 കോടി രൂപയോളം അവർ വാങ്ങിയിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ വാങ്ങിയിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ്. ഏതാണ്ട് 3800 ശിക്ഷം കോടിയാണ് വാങ്ങിയേക്കുന്നത്. അതായത് ആ ഒരു പ്രാദേശിക പാർട്ടി എന്ന് പറയാനേ ഒക്കുള്ളതിനെ നമുക്ക് ഒരു നാഷണൽ പോളിറ്റിക്സിലുള്ള ഒരു പാർട്ടി എന്നൊന്നും പറയാൻ ഒക്കത്തില്ല. ബംഗാളിൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു പാർട്ടി അവർ വാങ്ങിയിട്ടുണ്ട് 3800 കോടി രൂപ. ഇതേപോലെയാണ് ഓരോ ആളുകളും വാങ്ങിയേക്കുന്നത്. ഇടതുപക്ഷ പാർട്ടികൾ, മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളൊന്നും പണം വാങ്ങിയിട്ടില്ല. അതൊരു പ്രത്യേകത തന്നെയാണ്, അവർ വാങ്ങിയിട്ടില്ല. അതാ കാര്യം. അപ്പോൾ ഇതിൻ്റെ രഹസ്യമായിട്ട് ഇത് കൊണ്ടു നടക്കണം, സൂക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാനിടയായി ആളുകൾ. അപ്പോൾ അതായത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് ആർട്ടിക്കിൾ 19(1)യുടെ ലംഘനമാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി അത് 2-3 വർഷം മുമ്പ് കൊടുത്തതാണ്. പക്ഷേ അതായത് 2019 മറ്റോ കൊടുത്തതാണ്. 19 കഴിഞ്ഞാണ്, 2020 മറ്റോ ഫയൽ ചെയ്തതാണ്. അതിൻ്റെ തീരുമാനം വരുന്നത് ഈ കഴിഞ്ഞ, അതായത് ഈ 2024 ഫെബ്രുവരി 15-നാണ് അതിൻ്റെ തീരുമാനം വരുന്നത്. തീരുമാനം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു, അത് അസാധുവാണെന്നും പറഞ്ഞു. പിന്നെ അതോടുകൂടി അടപ്പൂരി, പിന്നെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഒരു പടി കൂടെ സുപ്രീം കോടതി മുമ്പോട്ട് കടന്നു. ഇതുവരെ 2019 മുതൽ ഈ സാധനം സ്വീകരിച്ച് കൊടുത്തേക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, ഈ ബോണ്ട് വാങ്ങിയേക്കുന്ന ആരൊക്കെയാണ്, എത്ര രൂപയുടെ വാങ്ങി, അത് ആർക്കൊക്കെ കൊടുത്തു, ഈ വിവരം വെളിവാക്കണം. മാർച്ച് 6-ന് മുമ്പ് അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് തിട്ടപ്പെടുത്തി അത് എടുത്തിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ECIക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഡിജിറ്റലായിട്ടൊക്കെ ഉള്ള ഇടപാടുകൾ നടക്കുന്ന ഈ യുഗത്തിൽ ബാങ്കിന് ഒരു ദിവസം 2 മണിക്കൂർ മതി ഇത് ഈ യഥാർത്ഥത്തിൽ ഇതൊന്ന് കളക്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് അനങ്ങാതിരുന്നു. മാർച്ച് 6-ന് കൊടുക്കാൻ പറഞ്ഞു. മാർച്ച് 4 അതായത് 2 ദിവസം മുമ്പേ, മാർച്ച് 4 അനങ്ങാതൊരു പെറ്റീഷൻ കൊണ്ട് സുപ്രീം കോടതിയിലിട്ട് ഇന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവർക്ക് ഇത് ഒരുപാട് ജോലി കൂടുതലാണ് ഇത് മുഴുവൻ എടുക്കുന്നത്. അത് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ജൂൺ 30 വരെയുള്ള സമയം വേണം. കാരണം ജൂൺ 30 എന്ന് പറയുന്നതിന് കാരണമുണ്ട്. ഇവിടെ വോട്ടെല്ലാം പെട്ടിയിലായിട്ട് അത് എണ്ണി തീർന്നതിന് ശേഷം മാത്രമേ ഇത് പുറത്തു വരാവൂ. കാരണം ജനങ്ങളെ അതുവരെ ഇരുട്ടിൽ നിർത്തണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത് ആരെ കൊടുപ്പിച്ച്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ ബാങ്ക് തന്നെയാണ്. അതിൽ ആരാ ഇത് കൊടുപ്പിച്ചേക്കുന്നത്? അവരെ കൊണ്ട് സ്റ്റേറ്റ് ബാങ്കിന് എന്താ ഇത് താല്പര്യം?
ഇത് കൊടുപ്പിച്ചേക്കുന്നത് ഗവൺമെൻറ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാൻ വെളിവാണ്. അപ്പോൾ ഇത് പല കാര്യങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ സ്റ്റേറ്റ് ബാങ്കിനെ കൊണ്ട് ഈ പണി അങ്ങ് ചെയ്യിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് തടസ്സവാദങ്ങളുമായിട്ട് അതിലെ ഹർജിക്കാരനും അതുപോലെ തന്നെ CPIM കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ അവിടെ തർക്കം സുപ്രീം കോടതി കൊടുത്തു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി അത് വാദം കേട്ടതിന് ശേഷം വളരെ നട്ടലോടുകൂടി ഒരു തീരുമാനം എടുത്തു. കാരണം ഇതിനകത്ത് ചതിവും കളിയും മനസ്സിലായി പെട്ടെന്ന്. മനുഷ്യർക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ സുപ്രീം കോടതിയിൽ ഇരിക്കുന്നവർ മോശക്കാരൊന്നും അല്ലല്ലോ, അവർക്ക് ഇതെല്ലാം അറിയാം, മനസ്സിലാവും. അവർ തീരുമാനമെടുത്തു. എതിർഭാഗം വക്കീലന്മാർ പറഞ്ഞു ഞങ്ങൾക്കും കൂടെ ഒന്ന് കുറേ കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ ജഡ്ജ്മെൻറ്റ് ഇതിൻ്റെ ഓർഡർ ഡിറ്റക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഡിക്റ്റേഷൻ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും അത് കഴിഞ്ഞ് വല്ല ക്ലാരിഫിക്കേഷനോ അല്ലെ എന്തെങ്കിലും നിങ്ങൾക്ക് അന്നേരം പറയാനുണ്ടെന്ന് തോന്നുന്നെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. കാരണം അത്രയും ഒരു കോൺഫിഡൻ്റ് ആണ്. ഓപ്പൺ ഡിക്റ്റേഷൻ കൊടുത്തു. നമ്മൾ ലോകം മുഴുവൻ കണ്ടതാണ് ആ ഡിക്റ്റേഷൻ. ആ രീതിയിൽ മാധ്യമങ്ങളത്, ദൃശ്യമാധ്യമങ്ങൾ അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഞാനും മുഴുവൻ കേട്ടതാണ്. അപ്പോൾ ഇത് സുപ്രീം കോടതി പറഞ്ഞ എന്താ, അതായത് ഇത് പറഞ്ഞതിൻ്റെ അന്ന് കൊടുത്തതാണ് തീരുമാനം. പിറ്റേന്ന് ബിസിനസ് അവേഴ്സ് അവസാനിക്കുന്നതിന് മുമ്പ് ഇത് കൊടുത്തോണം, ഇതിൻ്റെ വിവരങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുത്തോണം. ആ കൊടുക്കുന്ന വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ECI അത് വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് അത് അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തോണം. ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു, ഇന്നലെ അത് പബ്ലിഷ് ചെയ്തു. എനിക്കും കിട്ടി, എൻ്റെ കയ്യിലുണ്ട്. അതായത് ഇത് എത്രയെന്നറിയോ, ഇത് വായിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഒരു നിവൃത്തിയില്ല. ഒരെണ്ണം എന്ന് പറയുന്നത്, അതായത് കൊടുത്ത ആളുകളുടെ പേര് മുഴുവൻ വിവരങ്ങൾ, അത് എത്ര രൂപയുടെ അതായത് ബോണ്ട് വാങ്ങിയ ആളുകളുടെ പേര്, അതിൻ്റെ പണം എത്ര ആണെന്നും ഉള്ളതിന് 337 പേജുകളാണ് ഉള്ളത്. 337 പേജുകൾ, അടുത്തടുത്തുള്ള എക്സൽ ഷീറ്റ് 337 പേജാണ്. ഇത് പണമാക്കി വാങ്ങിയെടുത്ത ആളുകളുടെ പേരുണ്ടല്ലോ, നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഏതാണ്ട് അത് 447 പേജ് വരും. 426 പേജ് എന്നാണ് എൻ്റെ ഓർമ്മ. അതെ, 426. ഇത്രയും പേജുകൾ ഉണ്ട് ഈ കണക്കിന് കേട്ടോ. അത് ഞാൻ മുഴുവൻ ഡൗൺലോഡ് എടുത്ത് ഞാൻ ഇന്നലെ അത് മുഴുവൻ പഠിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരായ എല്ലായിടവും കാണാനുള്ളത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ, പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ, അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി. മറ്റ് പാർട്ടികളും മോശമൊന്നുമല്ല, എല്ലാവരും ഇത് വാങ്ങിയിട്ടുണ്ട്. എന്നാലും ഇത്രത്തോളം, അതായത് ഈ 3000 തൃണമൂൽ വാങ്ങിച്ചേക്കുന്ന 3800 കോടിയും മറ്റേ ഈ BJP വാങ്ങിച്ചേക്കുന്ന 8800 കോടിയും തമ്മിൽ ഒന്ന് തട്ടിച്ചു നോക്കിക്കോളൂ, എന്തുമാത്രം വ്യത്യാസമാണെന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഇത്രത്തോളം പണം വാങ്ങുകയാണ്. ഇനിയിപ്പോൾ എന്താ പറയുക, ഇതിനകത്ത് പ്രശ്നം ഇത് കമ്പൈൽ ചെയ്തിട്ടില്ല, ഇത് രണ്ടും കൂടെ. അതായത് ഈ പണം ചില കമ്പനികൾ വാങ്ങിയേക്കുന്നത് ഓരോ പ്രൈവറ്റ് പേഴ്സൻ്റെ പേരിൽ, പാർട്ടിയുടെ പേരിൽ വാങ്ങിയിട്ടുണ്ട്, ഓരോ ആളിൻ്റെ പേരിൽ. അതും കള്ളത്തരമാണ്. അത് ഏറ്റവും വലിയ കള്ളത്തരമാണത്, അങ്ങനെ വാങ്ങിയേക്കുന്നത് ആരാണ് എന്താണ് എന്ന് നമുക്കറിയില്ല. അവർക്ക് ആരോടാണ് ബാധ്യതയുള്ളതെന്നും ആർക്ക് വേണ്ടി കൊടുക്കാനാണെന്നും ഉള്ളത് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെ വാങ്ങിയേക്കുന്നതുണ്ട്. പിന്നെ ഇതൊക്കെ ആരൊക്കെ എത്ര ഇന്നാർ വാങ്ങി കേൾക്കുന്ന ഇന്നാർക്ക് കിട്ടി എന്ന് പറയണമെങ്കിൽ അത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. കാരണം എല്ലാവരും പൊട്ടന്മാരല്ലല്ലോ. കാരണം ഇപ്പോൾ ഒരു തീയതി, ഇപ്പോൾ ഏപ്രിൽ 20 എന്നിരിക്കട്ടെ, അതായത് 2019 ഏപ്രിൽ 20, ഈ ഏപ്രിൽ 20 കൊടുത്തേക്കുന്ന ആ ബോണ്ടുകൾ എത്ര കൊടുത്തേക്കെന്ന് നോക്കണം. അത് ഓരോ കമ്പനികൾ ഇത്ര കൊടുത്തിട്ടുണ്ട്. ഏപ്രിൽ 20 ഇത് വാങ്ങിയേക്കുന്നവന് നോക്കണം തിരിച്ച്. അത് നോക്കുമ്പോഴും ഇത്രയുണ്ട്. അപ്പോൾ ഈ വാങ്ങിക്കുന്നതിൻ്റെ സിംഹഭാവവും പോയേക്കുന്നത് അങ്ങോട്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ കറക്റ്റായിട്ട് ഇത് കമ്പൈൽ ചെയ്ത് കൊടുക്കാം SBIക്ക്. ഇത് കൊടുക്കാതിരുന്നത് തെറ്റാണ്, കള്ളത്തരമാണ്. കാരണം അത് വീണ്ടും ഗവൺമെൻറ്റിനെ സഹായിക്കുകയാണ്. ഗവൺമെൻറ് നിർദ്ദേശമാണ് ഇതിനകത്ത് എങ്ങനെ ഈ വിധിയെ മറികടക്കാം എന്നുള്ളത്. കാരണം അന്ന് തന്നെ വാദം പറഞ്ഞിട്ട് ആ അഭിഭാഷകൻ പറയുന്നത് കേൾക്കാമായിരുന്നു നമുക്ക് കേട്ടോ. ഹരീഷ് സാൽവെ അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ ഇത് കമ്പൈൽ ചെയ്തെടുത്ത് രണ്ടുപേരുടെയും റെഡിയാക്കി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കമ്പൈൽ ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ
അതായത് നിങ്ങളുടെ കയ്യിലുള്ള വിവരങ്ങൾ കൊടുക്കാനേ പറഞ്ഞുള്ളൂ, അത് കമ്പൈൽ ചെയ്യാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു അല്ല, ഞാൻ ഇത് ചോദിക്കുന്നത് കാരണം ഞങ്ങൾ കണ്ടംപ്റ്റ് കോർട്ടലക്ഷ്യം വിളിച്ചു വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോഴേ അറിയാം, കാരണം ഇത് വേറെ എന്തെങ്കിലും പണി ഇത് ഒപ്പിക്കുന്നു, അങ്ങനെ ഒപ്പിച്ച് വെച്ചേക്കുന്നതാണ്. കാരണം ഇത് ഇന്നാർ വാങ്ങിയേക്കുന്ന ആ ബോണ്ട് ഇന്നാർക്ക് കൊടുത്തു എന്നുള്ളത് എളുപ്പം കണ്ടുപിടിക്കാനുള്ള ഒരു മെക്കാനിസം ഇതിനകത്തില്ല. പക്ഷേ ബാങ്കിന് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ ഒരു ദിവസം പോലും വേണ്ട ബാങ്കിനത് ചെയ്യാൻ. പക്ഷെ അത് ചെയ്തിട്ടില്ല. കാരണം ജനങ്ങളെ വീണ്ടും ഇരുട്ടിൽ നിർത്തുക എന്നുള്ളതാണ്. ഇവിടെ നിയമ നടപടി ഇവിടെ അവസാനിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം കാരണം പുറത്തു വരരുത്, ജനങ്ങളിത് അറിയരുത്, ഈ പണം വാങ്ങിയെന്ന് അറിയരുത്. ഇന്ന കമ്പനികളിൽ ED അങ്ങോട്ട് പറഞ്ഞയച്ചു. ആ ED പറഞ്ഞയച്ചതിന് ശേഷം ആണ് ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇത് ഇലക്ട്രൽ ബോണ്ടാണ്. അതിന് എന്ത് മനസ്സാണെന്നറിയാമോ? ഒരു കമ്പനിയെ ഉപദ്രവിച്ച് ED പറഞ്ഞയച്ച് അവിടെ സെർച്ച് നടത്തി കഴിയുമ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അതേ പൊളിറ്റിക്കൽ പാർട്ടിക്ക് പണം കൊടുക്കുകയാണ്. ഇതല്ലേ ഏറ്റവും വലിയ അഴിമതി? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചുള്ള ഏറ്റവും വലിയ കറപ്ഷനാണിത് ഈ കാണിക്കുന്നത്, ഇത് മുഴുവൻ. അപ്പോൾ അത് നമുക്ക് ഒന്ന് തിരിച്ചറിയണം. ഇതുപോലെയാണ് ഈ യഥാർത്ഥത്തിൽ ഈ നടന്നേക്കുന്ന സംഭവം ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ വന്നു ഈ ജനങ്ങളുടെ കണ്ണിൽ ഇത് വീഴണം, ആകെ നാണക്കേടാവും എന്ന് മനസ്സിലായി. ഈ കാര്യം ഇത്രത്തോളം പണം വാങ്ങിയെടുത്തു, ഈ പണമൊക്കെ എന്ത് ചെയ്തു? അപ്പോൾ ഈ BJPക്ക് കിട്ടി ഈ പണം എന്ത് എവിടെ എന്തോതിന് ഉപയോഗിച്ചു? കാരണം ഇതുപോലെ പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട പണമാണ് ഈ വാങ്ങിയെടുത്തേക്കുന്നത്. അത് CSR ഫണ്ടിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് കൊടുത്തേക്കുന്ന പണമാണെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. CSR ഫണ്ട് ഇത് ഗവൺമെന്റിന് CSR ഫണ്ട് കൊടുക്കാൻ ഈ കമ്പനികൾക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുക്കാൻ ഒരു ബാധ്യതയില്ല. പിന്നെ എന്തിന് ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നു? ഇവരുടെ കയ്യിൽ നിന്ന് അനാവശ്യമായ രീതിയിലുള്ള വിലപേശൽ നടത്തി എന്തെങ്കിലും വാങ്ങിയെടുക്കാനുള്ള ഒരു ഇടപാടിലോടുകൂടിയാണ് ഈ പണം കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമല്ലേ? അപ്പോൾ ഈ രഹസ്യമായിട്ട് ഈ പണം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ ഫോർ ഫേവേഴ്സ് റിസീവ്ഡ് അല്ലെങ്കിൽ ഭയപ്പെടുത്തി, അതായത് ഈ ED അങ്ങോട്ട് അയക്കാൻ പോകുന്നു, അപ്പോഴത്തേക്ക് പണം കൊണ്ട് കൊടുക്കുന്നു, ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുകയാണ്. ED അയച്ചു കഴിഞ്ഞതിന് ശേഷവും ഇലക്ട്രൽ ബോണ്ട് അങ്ങോട്ട് ഒരു വിത്തിൻ ഡേയ്സ് ദിവസങ്ങൾക്കുള്ളിൽ കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് പിന്നെ നടപടിയില്ല അവരുടെ പേരിൽ. ഇതിനാണ് പച്ച മലയാളത്തിൽ നമ്മൾ പറയുന്ന കള്ളത്തരം കൊള്ള എന്ന് നമുക്ക് പറയാവുന്നത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇത് വെളിയിലാവും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വലിയൊരു ബുദ്ധിമുട്ട്. അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ അഴിമതി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസ്ഥാനങ്ങളിലെയോ രാഷ്ട്രീയ നേതാക്കളുടെ പേർക്കോ അഴിമതി ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാർഗമുണ്ടല്ലോ ഇതിൽ നിന്ന് ആളുകളെ ശ്രദ്ധയൊന്ന് തിരിക്കാൻ. ഇത് എന്തെങ്കിലും ഒരു ബോംബ് എടുത്തിടണം. ഒന്ന് ഈ കൊലപാതകങ്ങൾ നടക്കും. അപ്പോൾ എല്ലാവരും കൊലപാതകത്തിൽ ഇട്ട് ആരെ തല്ലിക്കൊന്നു, വല്ലവനെ തല്ലിക്കൊന്നു, അതിൻ്റെ പുറകെ അങ്ങനെ ആളുകൾ നടക്കും. അതോടുകൂടി ഈ അഴിമതി എന്നുള്ള ശ്രദ്ധ മാറി ഈ കൊലപാതകത്തിലേക്ക് ശ്രദ്ധ പോകും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ നമ്മുടെ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം നടന്ന മാതിരി അതിനു മുമ്പുള്ള അഴിമതി പ്രശ്നങ്ങളെല്ലാം അതോടുകൂടി തീരും. പിന്നെ സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിൻ്റെ പുറകെ ആളുകൾ പോയിക്കോളും. അങ്ങനെയാണ്. ഇതേപോലെ മുമ്പ് സംഭവിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും, നേരത്തെ ഒരുപാട്. ഇത് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ ഞാൻ പ്രതീക്ഷിച്ചു ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അന്ന് സംഭവിച്ചേക്കുന്നതാണ് നമ്മുടെ റംസാൻ മാസം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം. അതായത് ഈ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആരാധനാക്രമം തുടങ്ങുന്നത് ആ ദിവസമാണ്. ഈ റംസാനാണ്, 1-ാം തീയതി, റംസാൻ 1-നാണ്. അതിന് രാത്രി എന്ന് പറയുന്നത് റംസാൻ രാവ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രാർത്ഥനകൾ മുഴുവൻ തുടങ്ങുന്ന അന്നാണ്. അന്ന് തന്നെ ഒരു സമ്മാനം കൊടുത്തു മുസ്ലിങ്ങൾക്ക്. ഏതെന്നറിയോ? CAA നടപ്പാക്കാനുള്ള അതിൻ്റെ റൂൾസ് റെഡിയാക്കി ഫോർമുലേറ്റ് ചെയ്ത് അതൊക്കെ വിജ്ഞാപനം ചെയ്തു. കാര്യം ഇനി എന്താണെന്നറിയോ? ഇനി ഈ കടി കൂടുന്ന പട്ടിയുടെ നായ്ക്കൾക്ക് ഒരു എല്ലിൻ കഷ്ണം എടുത്ത് എറിഞ്ഞു കൊടുത്താൽ അത് എല്ലിനകത്ത് കടിച്ചങ്ങ് കിടന്നോളൂ. കാരണം ഇവിടുത്തെ ജനങ്ങളെ എല്ലാം നായ്ക്കളായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. അപ്പോൾ എല്ലിൻ കഷ്ണം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതാണ് ഈ CAA നടപ്പാക്കുന്ന വിജ്ഞാപനം വന്നേക്കുന്ന, റൂൾസ് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ പുറകെ അതങ്ങനെയാവും. അത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണ് CAA വഴി നടത്തിയേക്കുന്നത്. അതായത് നമ്മുടെ ആർട്ടിക്കിൾ 14 ഭരണഘടനയുടെ 14-ാം അനുച്ഛേദം, ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശം എന്നുള്ള ആ 21-ാം അനുച്ഛേദം ആർട്ടിക്കിൾ 21, അതേപോലെ തന്നെ മതസ്വാതന്ത്ര്യം റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ കൊടുത്തേക്കുന്ന ആർട്ടിക്കിൾ 25 25-ാം അനുച്ഛേദം. ഇതിൻ്റെയൊക്കെ നഗ്നമായ ലംഘനമാണ്
അതിനകത്ത് വന്നിരിക്കുന്നത്. നഗ്നമായ ലംഘനം. അതിൻ്റെ ലംഘനം എന്ന് നമുക്ക് പറയുമ്പോൾ അതിന് വിശദമായിട്ട് ഞാൻ പറയാം.